ഫൈക്കോ അക്കാദമി എന്ന പേരിൽ സഹകരണ പരീക്ഷകൾക്ക് പരിശീലനം നൽകുന്ന ക്ലാസുകൾ ആരംഭിക്കുന്ന ഒരു സ്ഥാപനം വിദ്യാർത്ഥികൾക്ക് വളരെ വളരെ ഐശ്വര്യപൂർണമായിട്ടുള്ള വിജയമുണ്ടാകട്ടെ എന്ന ആശംസ അർപ്പിക്കുന്നു. പ്രധാനമായിട്ടും ക്ലാസ്സുകൾ എടുക്കുന്നത് ബാങ്കിങ്, പിന്നെ കോപ്പറേറ്റീവ് ലോ, മാനേജ്മെൻറ്റ് മുതലായ വിഷയങ്ങളാണ്. ഈ നമ്മുടെ ഫൈവ്കോ എന്ന് പറയുന്ന സ്ഥാപനവുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്നത് ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. പ്രഗത്ഭരായ അധ്യാപകരാണ്. ദീർഘകാലം 30ഉം അതിലധികവും വർഷമൊക്കെ സഹകരണ വകുപ്പിലും സഹകരണ കോളേജിലൊക്കെ പഠിപ്പിച്ച് പരിചയമുള്ള അധ്യാപകരാണ് നിങ്ങളെ അതിനായിട്ട് ഒരുക്കുന്നത്. വളരെ ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾക്ക് ക്ലാസ്സുകളിൽ പങ്കെടുക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരികയാണ്. PSC നടത്തുന്ന മറ്റ് പരീക്ഷകളിൽ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള സിലബസിൽ നിന്നല്ല ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ആ പ്രിസ്ക്രൈബ്ഡ് സിലബസ് PSC നൽകുന്നല്ലാതെ നമ്മൾ കോളേജിലോ മറ്റോ പഠിച്ച സബ്ജക്റ്റിനെ കുറിച്ച് അവർ ചോദിക്കുന്നില്ല. പക്ഷേ ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ HDCക്കോ JDCക്കോ അല്ലെങ്കിൽ BCom കോർപ്പറേഷനോ BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്ങിനോ പഠിച്ച അതേ വിഷയങ്ങളിൽ തന്നെയാണ് ഭൂരിഭാഗം ചോദ്യങ്ങളും ചോദിക്കുന്നത്. പക്ഷേ ഇവിടെ തികച്ചും ഒബ്ജക്റ്റീവ് രീതിയിലുള്ള പരീക്ഷാ സമ്പ്രദായമാണ്. 160 ചോദ്യങ്ങൾ 2 മണിക്കൂർ കൊണ്ട് ഉത്തരമെഴുതി ഏറ്റുപോകണം. ആ 160 ചോദ്യങ്ങൾ 2 മണിക്കൂർ കൊണ്ട് എഴുതുക എന്നുള്ളതിനാണ് ഈ പരിശീലനം ആവശ്യമായി വരുന്നത്. 80ൽ 10 മാർക്ക് ആൻസർ ചെയ്യുമ്പോഴേക്കും സമയം കഴിഞ്ഞു, 2 മണിക്കൂർ കഴിഞ്ഞു. പിന്നെ സങ്കടപ്പെട്ട് കരഞ്ഞ് എണീറ്റ് പോവുകയാണ്. അപ്പോൾ ആ അമളി പറ്റാതിരിക്കണമെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് ആ സ്പീഡ് നമ്മൾ അറ്റൈൻ ചെയ്ത് പരീക്ഷ എഴുതിയാലാണ് സാധിക്കുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ, കോച്ചിങ് ക്ലാസ്സുകൾ, ഓൺലൈൻ ക്ലാസ്സുകൾ ആവശ്യമായി വരുന്നത് നമ്മുടെ സർവീസ് റിക്രൂട്ട്മെൻറ്റ് ബോർഡ് നടത്തുന്ന പരീക്ഷകളിലെ കുട്ടികൾക്കാണ്. റിട്ടൺ ടെസ്റ്റിൽ 80 മാർക്കാണ്. ഒരു ചോദ്യത്തിന് 1/2 മാർക്ക് വീതമുള്ള 160 ചോദ്യങ്ങളാണ് അതിലുണ്ടാവുക. പ്രധാനമായിട്ടും 5 വിഷയങ്ങൾ നമ്മൾ അക്കാദമിക് ലെവലിൽ പഠിക്കുന്ന അതേ സിലബസ്, അതേ വിഷയങ്ങൾ തന്നെയാണ്. ഒരു വിഷയം കോപ്പറേഷനാണ്. സാധാരണ എനിക്കൊരു 10 മാർക്കാണ് കോപ്പറേഷനിൽ നിന്ന് വരുന്നത്. പിന്നെ കോപ്പറേറ്റീവ് ലോ, സഹകരണ നിയമം, ഒരു 10 മാർക്കിൻ്റെ ചോദ്യം അതിൽ നിന്നും വരും. അങ്ങനെ ഒരു 20 മാർക്ക് കോപ്പറേഷനും കോപ്പറേറ്റീവ് ലോയും കൂടിയിട്ട് പ്രതീക്ഷിക്കാം. ചിലപ്പോൾ അത് 18 ആവും. അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വേരിയേഷൻ വരും. സാധാരണ എനിക്കൊരു 20 മാർക്കാണ് കാണുന്നത്. പിന്നെ ബാങ്കിങ് ആണ്. 10 മാർക്കിൻ്റെ ചോദ്യം തീർച്ചയായിട്ടും അതിൽ നിന്ന് വരും. അപ്പം 30 മാർക്ക് കഴിഞ്ഞു. പിന്നെ 10 മാർക്ക് അക്കൗണ്ടൻസി ആൻഡ് കോപ്പറേറ്റീവ് ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ് വരിക. അപ്പം 40 മാർക്ക് കഴിഞ്ഞു. പിന്നെ വീണ്ടും 10 മാർക്ക് മാനേജ്മെൻറ്റ്, പിന്നെ കമ്പ്യൂട്ടർ മുതലായിട്ടുള്ള ഭാഗങ്ങളിൽ നിന്നാണ്. ചിലപ്പോൾ ചെറിയ തോതിൽ എക്കണോമിക്സൊക്കെ ചെറിയ തോതിൽ അതും വന്നേക്കാം. അങ്ങനെ ഒരു 10 മാർക്കും കൂടി 50 മാർക്ക് കൃത്യമായിട്ടും സിലബസ് അനുസരിച്ച് നമ്മൾ സ്കൂളിലോ കോളേജിലോ അല്ലെങ്കിൽ ഡിപ്ലോമയ്ക്കോ ഒക്കെ പഠിച്ച അതേ കാര്യങ്ങളാണ്. ക്ലറിക്കൽ കാഡറിൽ മിക്കവാറും അവർ ഫോളോ ചെയ്യുന്ന JDC സിലബസാണ്. 10 മാർക്ക് ബേസിക് മാത്തമാറ്റിക്സ് ആണ്. അടിസ്ഥാന ഗണിതവും റീസണിങ്ങും ചോദിക്കും. അത് രണ്ടും കൂടിയിട്ടാണ് 10 മാർക്ക് ചോദിക്കുക. അപ്പോൾ 60 മാർക്കായി. പിന്നെ 10 മാർക്ക് ബേസിക് ഇംഗ്ലീഷ് അതായത് വൊക്കാബുലറി ആൻഡ് ഗ്രാമറാണ്. ആ വൊക്കാബുലറിയും ഗ്രാമറിൽ നിന്നും ഒരു SLC നിലവാരത്തിലുള്ളതാണ് ചോദിക്കുന്നത്. ഒരു 10 മാർക്ക് ചോദിക്കും. 10 മാർക്ക് മാത്രമാണ് GK അല്ലെങ്കിൽ ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സൊക്കെ കൂടി ചോദിക്കുന്നത്. 20 മാർക്ക് നമുക്ക് ഇൻ്റർവ്യൂവിനാണ്. ഇൻ്റർവ്യൂ നടത്തുന്നത് ഏത് ബാങ്കിലാണോ അല്ലെങ്കിൽ ഏത് സഹകരണ സ്ഥാപനത്തിലാണോ നമുക്ക് ജോലി ലഭിക്കാൻ പോകുന്നത് അവിടുത്തെ ഭരണസമിതിയാണ് ഇൻ്റർവ്യൂ നടത്തുക. What is ledger?
ലെഡ്ജർ ഈസ് എ ഗ്രൂപ്പ് ഓഫ് അക്കൗണ്ട്സ്. അക്കൗണ്ടുകളുടെ കൂട്ടമാണ് ലെഡ്ജർ. ലെഡ്ജർ എന്ന വാക്ക് ലെഗർ എന്ന ഡച്ച് ഭാഷയിൽ നിന്നാണ് ഉണ്ടായത്. ലെഗർ മീൻസ് ടു ലൈ എന്നാണ്. ടു ലൈ മീൻസ് ലെയ്ഡ് ഡൗൺ. അതാണ് ലെഡ്ജർ എന്ന് പറയുന്നത്. അപ്പോൾ ലെഡ്ജർ ഈസ് എ ഗ്രൂപ്പ് ഓഫ് അക്കൗണ്ട്സ്. ട്രയൽ ബാലൻസ് ഈസ് എ ലിസ്റ്റ് ഓഫ് ബാലൻസസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ ലെഡ്ജർ അക്കൗണ്ട്സ്. ലെഡ്ജർ അക്കൗണ്ടിൽ നിന്നും എടുത്തെഴുതുന്ന ബാലൻസുകൾ, അതാണ് ട്രയൽ ബാലൻസ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ട്രയൽ ബാലൻസിൽ നിന്നാണ് ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. വാട്ട് ഈസ് ഫൈനൽ അക്കൗണ്ട്? എന്താണ് ഫൈനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ? ഫൈനൽ അക്കൗണ്ട് കൺസിസ്റ്റ് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഈ 3 അക്കൗണ്ടുകളും അടങ്ങിയതാണ് ഫൈനൽ അക്കൗണ്ട്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയും. പർച്ചേസർ അല്ലെങ്കിൽ ബയർ അല്ലെങ്കിൽ കസ്റ്റമർ ഒരു നോട്ട് തയ്യാറാക്കി തിരിച്ചയക്കുന്ന ചരക്കുകളുടെ കൂടെ അയക്കണം. ആ നോട്ടിനെ വിളിക്കുന്ന പേരാണ് ഡെബിറ്റ് നോട്ട്. ആ നോട്ടിനെ വിളിക്കുന്ന പേരാണ് ഡെബിറ്റ് നോട്ട്. അപ്പോൾ ഡെബിറ്റ് നോട്ട് ഈസ് പ്രിപ്പയർഡ് ബൈ ഡാഷ് എന്ന് പറയും. ഡെബിറ്റ് നോട്ട് ഈസ് പ്രിപ്പയർഡ് ബൈ ദി കസ്റ്റമർ ഓർ ബയർ ഓർ പർച്ചേസർ. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ഒബ്സോളസെൻസ് എന്ന് പറയും. പരീക്ഷ ചോദിക്കും ഒബ്സോളസെൻസ്. എന്താ ഒബ്സോളസെൻസ് പറഞ്ഞാൽ? ഒബ്സോളസെൻസ് പറഞ്ഞത് ഈ ഒരു പുതിയ കണ്ടുപിടുത്തം അല്ലെങ്കിൽ ആസ്തികൾ അല്ലെങ്കിൽ പരിഷ്കൃത പതിപ്പുകൾ ആസ്തികളുടെ ഉണ്ടാകുക. അത്തരം സാഹചര്യത്തിൽ പഴയ ആസ്തികളൊക്കെ പോകും. അപ്പോൾ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ നമുക്കറിയാം ടെലിവിഷനൊക്കെ, പഴയ ടി വിയൊക്കെ ഇപ്പോൾ ആരെങ്കിലും വാങ്ങുമോ? ആരും വാങ്ങില്ലല്ലോ. ആരും വാങ്ങില്ല. ഇപ്പോഴും പുതിയ ടെക്നോളജി വരികയാണ്. ആ ടെക്നോളജി വരുമ്പോൾ, പുതിയത് വരുമ്പോൾ പഴയതൊക്കെ എന്താവും? പഴയതിൻ്റെ ആസ്തിയൊക്കെ ഇല്ലാതാകും. ഈ പഴയതിൻ്റെ ആസ്തിയൊക്കെ കുറഞ്ഞു പോകും. അതിനെ പറയുന്ന പേരാണ് ഒബ്സോളസെൻസ് എന്നാണ് അതിന് പറയുന്നത്. ഒബ്സോളസെൻസ്. ആസ്തി എന്ന് പറഞ്ഞാൽ അസറ്റ് എവിടെയാണ്? ബാലൻസ് ഷീറ്റിൽ അസറ്റ് രേഖപ്പെടുത്തുമ്പോൾ, ആ പെർട്ടിക്കുലർ അസറ്റ് രേഖപ്പെടുത്തുമ്പോൾ അതിൽ നിന്നും കുറച്ചെഴുതുന്നു. മനസ്സിലായോ? കുറച്ചെഴുതും. അപ്പോൾ ആസ്തി കുറഞ്ഞു. മനസ്സിലായോ? അതേസമയം ശ്രദ്ധിക്കണം, കോപ്പറേറ്റീവ് സഹകരണ സ്ഥാപനങ്ങളിലെ അക്കൗണ്ടിങ്, കോപ്പറേറ്റീവ് അക്കൗണ്ടിങ്ങിൽ അങ്ങനെയല്ല. കോപ്പറേറ്റീവ് അക്കൗണ്ടിങ്ങിൽ ചെയ്യുന്നത് ആസ്തികളെ ഒറിജിനൽ കോസ്റ്റിൽ തന്നെ കാണിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ കുറച്ചെഴുതില്ല. അപ്പോൾ അക്കൗണ്ടൻസിയിൽ ഇതുപോലെ ധാരാളം വട്ടം പ്രാക്ടിക്കലാണ്. ഈ അക്കൗണ്ടൻസികളുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈ പ്രാക്ടീസ് മാത്രമേ ഇത് പഠിക്കാൻ സാധിക്കുള്ളൂ. കാണാപ്പാഠം പഠിക്കാൻ പറ്റില്ല. മനസ്സിലാക്കിക്കൊണ്ട് പഠിച്ചാൽ മാത്രമേ ക്വസ്റ്റ്യനെ നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ എന്താണ് ഓഡിറ്റിംഗ്, ഓഡിറ്റിൻ്റെ ഒറിജിൻ, ഈ സബ്ജക്റ്റിൻ്റെ പ്രാധാന്യം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ഭംഗിയായിട്ട് നോക്കേണ്ടതുണ്ട്. നമ്മൾ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആരംഭിക്കുമ്പോൾ ആദ്യമായിട്ട് നോക്കേണ്ടത് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നിങ്ങൾക്ക് ഓൾറെഡി അക്കൗണ്ടിങ് പഠിച്ച എല്ലാ കുട്ടികൾക്കും വളരെ ഭംഗിയായിട്ട് അറിയാം എന്താണ് ബുക്ക് കീപ്പിംഗ്. ഓൾറെഡി ഞാൻ ഫസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് ബുക്ക് കീപ്പിംഗ്. ബുക്ക് കീപ്പിങ്ങിനെ സിമ്പിളായിട്ട് പറയുന്നത് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ എന്നാണ്. എല്ലാ ട്രാൻസാക്ഷനുകളും വരവ് ചെലവുകളും എഴുതി വയ്ക്കുന്നതിനെ നമ്മൾ പൊതുവായിട്ട് പറയുന്ന പേരാണ് ബുക്ക് കീപ്പിംഗ്. ഇവിടെയാണ് ഓഡിറ്റിങ്ങിൻ്റെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയേണ്ടത്. ഷെയർ ഹോൾഡേഴ്സാണ് യഥാർത്ഥ ഓണേഴ്സ്. അവരാണ് ബിസിനസ്സിൽ പണം നിക്ഷേപിക്കുന്നത്. അവരുടെ പണമാണ് നമ്മൾ ബിസിനസ്സിൽ ഉപയോഗിക്കുന്നത്. അതായത് അവർ നൽകുന്ന പണം വഴിയാണ് ലാൻഡ്, ബിൽഡിങ്, മെഷീനറി, ഫർണിച്ചർ ഒക്കെ വാങ്ങി നമ്മൾ ബിസിനസ് ആരംഭിക്കുന്നത്. നമുക്കറിയാം ലൂക്കോ പാസിയോലി എന്ന് പറയുന്ന ഇറ്റാലിയൻ ഡബിൾ എൻട്രി സിസ്റ്റം പ്രകാരം അക്കൗണ്ടിങ് വരുന്നത് വരെ നമ്മൾ ബുക്ക് കീപ്പിംഗ് ആണ് എല്ലാ രാജ്യത്തും. അപ്പോൾ എല്ലാ രാജ്യത്തും ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്ന സംവിധാനം, കണക്കെഴുതുന്ന സംവിധാനം ഓൾറെഡി ഉണ്ടായിരുന്നു എന്ന് പറയും. ഓഡിറ്റിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നല്ല ഭംഗിയായിട്ട് പഠിക്കണമെങ്കിൽ അതിൻ്റെ പ്രിലിമിനറി ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത് ബുക്ക് കീപ്പിംഗ്, അക്കൗണ്ടിങ് എന്നുള്ളതാണ്. ഈ തുടക്കത്തിൽ ഞാൻ അതാണ് പറഞ്ഞത്. എന്താണ് ബുക്ക് കീപ്പിംഗ്, എന്താണ് അക്കൗണ്ടിങ്, അക്കൗണ്ടിങ്ങിൻ്റെ 3 ശാഖയെക്കുറിച്ച് പറഞ്ഞു. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. അപ്പോൾ ഈ അക്കൗണ്ടിങ് നമ്മൾ എഴുതി വയ്ക്കുന്ന അക്കൗണ്ടുകളുടെ സത്യാവസ്ഥ, ദാറ്റ് മീൻസ് ആക്യുറസി, അത് തെറ്റാണോ ശരിയാണോ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഓഡിറ്റിംഗ്. കേരളത്തിലെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണേ. അപ്പോൾ കേരളത്തിലെ ദേശീയോദ്യാനങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് 5 ദേശീയോദ്യാനങ്ങളാണ് കേരളത്തിലുള്ളത്.
5 ദേശീയോദ്യാനങ്ങൾ പറയുമ്പോൾ നമുക്ക് ചെറിയൊരു പ്രത്യേകത ഉണ്ട്. 6 എണ്ണമാണ് നമുക്ക് ശരിക്കുള്ളതെങ്കിലും PSCയുടെ ഒരു ഉത്തരപ്രകാരം അല്ലെങ്കിൽ സാധാരണ രീതിയിൽ നമുക്കൊരു ഉത്തരം വരുന്നത് 5 എണ്ണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. എന്നാൽ നമ്മുടെ കേന്ദ്ര വനം വകുപ്പിൻ്റെ കീഴെടുക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും 6 ദേശീയോദ്യാനം ഉണ്ട്. നമ്മളത് പറയുമ്പോൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഓൾറെഡി പറയും. ഇപ്പം നമ്മൾ 5 ദേശീയോദ്യാനം എന്നാണ് പഠിക്കുന്നത്. 5 ദേശീയോദ്യാനങ്ങളാണ് നമുക്കുള്ളത്. അതിൽ ഒന്നാമത്തെ ഒരു ദേശീയോദ്യാനമാണ് ഇരവിക്കുളം ദേശീയോദ്യാനം. ഇരവിക്കുളം ദേശീയോദ്യാനം. ഇപ്പോൾ ഇരവിക്കുളം ദേശീയോദ്യാനം ഇടുക്കി ജില്ലയിൽ ദേവികുളം താലൂക്കിലാണ് നമുക്കുള്ളത്. ഇപ്പോൾ ഇരവിക്കുളം ദേശീയോദ്യാനം ഇടുക്കി ജില്ലയിൽ നമുക്ക് ചോദിക്കാറുണ്ട്, താലൂക്കും ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ദേവികുളം താലൂക്ക്, ഇടുക്കി ജില്ലയിൽ ദേവികുളം താലൂക്കിലാണ് നമ്മുടെ ഇരവിക്കുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം. ഏറ്റവും ആദ്യത്തേത് ഇരവിക്കുളം ദേശീയോദ്യാനമാണ്. ഏറ്റവും വലിയ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം. ഇപ്പോൾ സൈലന്റ് വാലി ദേശീയോദ്യാനം എന്ന് പറയുന്നത്, സൈലന്റ് വാലി നമ്മൾ പഠിച്ചു കഴിഞ്ഞ് സൈലന്റ് വാലിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരളത്തിലെ നിത്യഹരിതവനം, അതുപോലെ തന്നെ കേരളത്തിലെ ഏക കന്യാവനം, കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് എന്നൊക്കെ അറിയപ്പെടുന്നത് സൈലന്റ് വാലിയാണ്. എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ? ഒരു സമചതുരത്തിൻ്റെ വശങ്ങൾ 10% വർദ്ധിച്ചാൽ അതിൻ്റെ വിസ്തീർണം എത്ര ശതമാനം വർദ്ധിക്കും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് സമചതുരത്തിൻ്റെ വിസ്തീർണം കാണാനുള്ള ഇക്വേഷൻ എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? സമചതുരത്തിൻ്റെ വിസ്തീർണം ഒരു വശം A ആയാൽ വിസ്തീർണം കാണാനുള്ള എന്താ A² കണ്ടു കഴിഞ്ഞാൽ വിസ്തീർണമായി. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഒരു സമചതുരത്തിൻ്റെ വശങ്ങൾ 10. അപ്പോൾ സമചതുരത്തിൻ്റെ പ്രത്യേകത എന്താ? എല്ലാ വശവും ഒരുപോലെ ആയിരിക്കും. എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം എന്താ? ലാഭം. നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴും വിൽക്കുമ്പോഴും ഉണ്ടാകുന്നതാണ് ലാഭം നഷ്ടമൊക്കെ, പ്രോഫിറ്റും ലോസും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ 180 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം 215 രൂപയ്ക്ക് വിറ്റു. 180 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം 215 രൂപയ്ക്ക് വിറ്റു എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ ലാഭമാണോ ഉണ്ടായത് നഷ്ടമാണോ ഉണ്ടായതെന്ന്. അപ്പോൾ 180 രൂപയ്ക്കാണ് നമ്മൾ വാങ്ങിയത്, അത് 215 രൂപയ്ക്ക് വിറ്റു എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ ഓൾറെഡി ലാഭം, പ്രോഫിറ്റാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ നമ്മുടെ ലാഭം എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇതെല്ലാവർക്കും കാണാനും അറിയാം. 215 180 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാഭം, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയുകയാണെങ്കിൽ 180 രൂപയ്ക്ക് നമ്മളൊരു സാധനം വാങ്ങി അത് 215 രൂപയ്ക്ക് വിറ്റു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി തീർച്ചയായും നമുക്ക് ലാഭമാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ലാഭം എന്ന് പറയുന്നത് എത്രയാണ്? 215 മൈനസ് 180 അത് എത്രയായിരിക്കും? 35. അപ്പം 35 രൂപയാണ് ഇവിടെ നമുക്ക് ലാഭം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. നമുക്ക് എന്താ പറഞ്ഞിട്ടുള്ളത്? 5000 രൂപയ്ക്ക് വാങ്ങിയ ഒരു സൈക്കിൾ 4400 രൂപയ്ക്ക് വിറ്റാൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ലോസ് പെർസെൻറ്റേജ് കാണണമെങ്കിൽ ആദ്യം ലോസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ലോസ് കണ്ടുപിടിക്കണം, കാരണം ഇവിടെ ഡയറക്റ്റായിട്ട് ലോസ് നമുക്ക് തന്നിട്ടില്ല. നമ്മുടെ വാങ്ങിയ വിലയും തന്നിട്ടുണ്ട്, വിറ്റ വിലയും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 5000 രൂപയ്ക്ക് വാങ്ങി, അതാണ് നമ്മുടെ വാങ്ങിയ വില. 4400 രൂപയ്ക്ക് വിറ്റു, അതാണ് നമ്മുടെ വിറ്റ വില എന്ന് പറയുന്നത്. അപ്പോൾ ലോസ് പെർസെൻറ്റേജ് കാണാൻ ആദ്യം ലോസ് കാണണം. ലോസ് കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്കറിയാം വാങ്ങിയ വിലയിൽ നിന്ന് 5000 രൂപയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? 4400 രൂപ മൈനസ് ചെയ്യണം. അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ എന്താ വരിക? 0 വരും. 0 നമുക്ക് മൈനസ് ചെയ്യാൻ അറിയാം. 4 10 6 ഇവിടെ 0 600 രൂപയാണ് നമ്മുടെ നഷ്ടം നമുക്ക് സംഭവിച്ചിട്ടുള്ളത്. 600 രൂപയാണ്. And where we can use the preposition for, and in fact we studied the preposition for or since along with the present perfect continuous. For shows a long period of time and since shows a point in time. We already studied the application of for and since. And here the preposition for shows the direction. Now you can use preposition for to express three things. One is a particular period of time, and the second thing is a possession, and the third one to express a direction. The dog ran behind me. I think you don't need any further explanation for the use of the preposition behind. The meaning is quite simple. Everybody know very well the meaning of behind, that is at the back of. And I gave you two examples. The sun went behind a cloud, and another example, the dog ran behind me.
FIVECO Academy, first floor, PV Complex, Civil Line Road, West Fort, THRISSUR. Phone 9946 99460, 9946 99461.